ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു കോസ്റ്റിംഗ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ രണ്ട് രീതി മെത്തേഡ് എടുക്കണം. ഒന്ന് യൂണിറ്റ് തന്നിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് ചെയ്യുന്നത്. ഇതൊരു നോർമലായിട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അതായത് കാൽക്കുലേറ്റ് ദ പ്രൈം കോസ്റ്റ് ആൻഡ് വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ് ഉണ്ട്. അതിൻ്റെ പ്രോഫിറ്റ് ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് വേജസ്, അങ്ങനെ കുറേ ഐറ്റങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏത് ഐറ്റത്തിനകത്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റ് വേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലേബറിനെയാണ്. ഡയറക്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്, ഡയറക്റ്റ് വേജസ് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ഫ്ലൂ ആൻഡ് പവർ ഫാക്ടറി ഓവർഹെഡ് ആണ്, ഫോമാൻസ് സാലറി ഓവർഹെഡ് ആണ്, ഫാക്ടറി ഓവർഹെഡ് ആണ്, വേജസ് ഓഫ് സ്റ്റോർ കീപ്പറും ഫാക്ടറി ഓവർഹെഡ് ആണ്, ഡ്രോയിങ്സ് ഓഫീസ് സാലറീസ് ഫാക്ടറി ഓവർഹെഡ് ആണ്. ഇവിടെ പക്ഷേ ലൈറ്റിംഗ് എന്ന് പറഞ്ഞു തന്നിട്ട് ഫാക്ടറിയും ഓഫീസും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫാക്ടറിയിലെ ഐറ്റങ്ങൾ എന്താ ഫാക്ടറി ഓവർഹെഡിൽ തന്നെ എഴുതുക. ലൈക്ക് എന്താ പറയുക, ഫാക്ടറി ഓവർഹെഡ് 5000 എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഓവർഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡിൽ എഴുതുക. അതുപോലൊപ്പം തന്നെ റെൻറ്റ് അതിൻ്റെ ഫാക്ടറി എടുക്കുക, ഡിപ്രിസിയേഷൻ്റെ ഫാക്ടറി എടുക്കുക, പേപ്പേഴ്സ് ആൻഡ് ഇൻഷുറൻസിൻ്റെ ഫാക്ടറി എടുക്കുക. പിന്നെ കൺസ്യൂമബിൾ സ്റ്റോർ എന്താ ഒരു ഫാക്ടറി ഐറ്റം ആണ്, അതും എടുത്ത് എഴുതുക. പിന്നെ വരുന്നത് മാനേജേഴ്സ് സാലറി. വർക്കേഴ്സ് മാനേജേഴ്സ് സാലറി ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എഴുതും ഈ വർക്ക് നമ്മുടെ ഫാക്ടറി ഓവർഹെഡിലാണ് വരുന്നത്. ഇവിടെ പക്ഷേ ശ്രദ്ധിക്കുക, സാധാ നോർമൽ ആയിട്ടുള്ള ഒരു മാനേജർ സാലറി. അപ്പം നമ്മൾ എന്തായത് ഇവിടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വേണം എഴുതാൻ. ഡയറക്ടേഴ്സ് ഫീസ് ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയണം. മാനേജേഴ്സ് സാലറി എന്ന് പറഞ്ഞ് തരുമ്പോൾ നമ്മൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷന് വേണം എഴുതാൻ. ഡയറക്റ്റ് ഫീസ്, പിന്നെ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഓഫീസ്, ഇതെല്ലാം ഓഫീസ് ഐറ്റങ്ങളാണ്. പോസ്റ്റേജ് ആൻഡ് ടെലിഫോൺ ഓഫീസ് ഐറ്റമാണ്. കൗണ്ടിങ് ആൻഡ് ഹൗസ് സാലറീസ് ഓഫീസ് ഐറ്റമാണ്. പിന്നെ സെയിൽസ്മാൻ സാലറി എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലെ ഒരു ഐറ്റമാണ്. അതോടൊപ്പം തന്നെ ട്രാവലിംഗ് എക്സ്പെൻസ്, അഡ്വർടൈസിങ്, വെയർ ഹൗസസ് എക്സ്പെൻസ്, ക്യാരേജ് ഔട്ട്വേർഡ്, ഇതെല്ലാം എന്താ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലെ ഒരു ഐറ്റങ്ങളാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഐറ്റങ്ങൾ, താഴത്തെ ആ 4 ഐറ്റം ഇൻകം ടാക്സ് തൊട്ട് ഡൊണേഷൻ പെയ്ഡ് വരെയുള്ളത് നമ്മുടെ നോൺ കോസ്റ്റ് ഐറ്റങ്ങളാണ്. എന്താണ് നോൺ കോസ്റ്റ് ഐറ്റങ്ങൾ? ഇത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കോസ്റ്റിംഗ് ഷീറ്റ് ചെയ്യുമ്പോൾ ഇത് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ സെയിൽസ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഇതുപോലെ കോസ്റ്റിംഗ് ഷീറ്റ് വരയ്ക്കുക. ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ യൂണിറ്റ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ പർട്ടിക്കുലേഴ്സ് ഒരു എമൗണ്ട് കോളം ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഡയറക്റ്റ് മെറ്റീരിയൽസ്, വേജസ്, എക്സ്പെൻസ് എഴുതുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റിൽ എമൗണ്ട് എഴുതി ഡയറക്റ്റ് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? വർക്ക് ഓവർഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുക. അതിനകത്ത് വരുന്ന ഐറ്റങ്ങളെല്ലാം മുമ്പേ പറഞ്ഞ പോലെ എടുത്തെഴുതുക. അതെല്ലാം കൂടെ കൂട്ടുക. കൂട്ടിക്കഴിഞ്ഞ് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടുക. അതിനുശേഷം നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഏതൊക്കെ ഐറ്റങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് എഴുതുക. അതായത് മാനേജർ സാലറി, ഡയറക്റ്റ് ഫീസ്, പ്രിൻറ്റിങ്, അങ്ങനെയുള്ള ഓരോ ഐറ്റങ്ങളും എടുത്തെഴുതുക. അതും കൂട്ടുക. കൂട്ടി കിട്ടുന്നതിനാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ വരുന്ന ഐറ്റങ്ങളെല്ലാം കൂടെ കൂട്ടുക. കൂട്ടിക്കഴിഞ്ഞ് കിട്ടുന്നതിനാണ് നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക, സെയിൽസ് എടുത്ത് എഴുതുക. സെയിൽസ് എടുത്ത് എഴുതിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, സെയിൽസ് കണ്ടുപിടിക്കണം, അതായത് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽ മൈനസ് സെയിൽസ് ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടുക. പ്രോഫിറ്റ് അതെടുത്ത് ബാലൻസിങ് ഫിഗറായിട്ട് നമ്മളതും എടുത്ത് എഴുതുക.